Does anyone doesn't understand Malayalam here? ഓക്കെ, അപ്പോൾ പിന്നെ മലയാളത്തിൽ തന്നെ അങ്ങ് പറയാം, അതായിരിക്കും നല്ലത്. ഓക്കെ, എൻ്റെ ടോപ്പിക്ക് മലയാളം ലോക്കലൈസേഷൻ. നമ്മൾ വേർഡ് പ്രസ് എങ്ങനെ മലയാളത്തിൽ ആക്ച്വലി ഉപയോഗിക്കാം, എങ്ങനെ മലയാളത്തിലോട്ട് ഉപയോഗിക്കുന്നതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം, അതിനെക്കുറിച്ചുള്ളൊരു ജസ്റ്റ് ഒരു ലൈറ്റ്നിങ് ടോക്കാണ്. അത് എന്നെക്കുറിച്ച് പറയാം. ഞാൻ വേർഡ് പ്രസ് ഡെവലപ്പർ അല്ല. ഞാൻ ഇതേവരെ ഒരു വേർഡ് പ്രസ് സൈറ്റ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഞാനൊരു വേർഡ് പ്രസ് യൂസർ പോലും അല്ല. ഇതുവഴി വന്നപ്പോൾ കയറിയെന്നേ ഉള്ളൂ. ഓക്കെ, എൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ, ഞാൻ ഡ്രുബാലിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡ്രുബാലിലാണ് എൻ്റെ കോൺട്രിബ്യൂഷനും കാര്യങ്ങളെല്ലാം മുഴുവൻ. എന്നാൽ ഞാൻ മലയാളം കമ്പ്യൂട്ടിംഗ് എൻ്റെ ഒരു ഏരിയയാണ്. ഞാൻ സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു ലോങ് ടേം മെമ്പറാണ്. അപ്പോൾ ഞങ്ങൾ പല സോഫ്റ്റ്വെയറുകളും നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മുടെ സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിൻ്റെയും കൂടെ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഒരുപാട് സോഫ്റ്റ്വെയർ മലയാളത്തിലോട്ട് ലോക്കലൈസ് ചെയ്തിട്ടുണ്ട്. വേർഡ് പ്രസ്സിലും കുറച്ച് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ എങ്ങനെയാണ് ആക്ച്വലി, എന്തിനാണ് ആക്ച്വലി മലയാളത്തിൽ വേണ്ടത്, നമുക്ക് എങ്ങനെ അത് ചെയ്യാം എന്നുള്ളൊരു ചെറിയൊരു സെഷനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ, വൈ ഡു വി നീഡ് വേർഡ് പ്രസ് ഇൻ എവറി ലാംഗ്വേജ്? അപ്പോൾ എല്ലാവർക്കും ഇംഗ്ലീഷൊക്കെ അറിയാം, പിന്നെ എന്തിനാ പിന്നെ മലയാളത്തിൽ തന്നെ വേണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ മലയാളികൾ വളരെ സാക്ഷരരാണ്. അപ്പോൾ എല്ലാവരും കുറേ പേർക്കല്ല, മിക്കവർക്കും ഇംഗ്ലീഷൊക്കെ അറിയാം. അപ്പോൾ പിന്നെ ഇംഗ്ലീഷ് മതിയാകും എന്നുള്ള ഒരു ധാരണ അവർക്കും ഉണ്ട്. എന്നാൽ അത് മാത്രമാണ്, അപ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് മാത്രമാണ് മിക്കപ്പോഴും ആലോചിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇതായിട്ടുള്ള ഒരുപാടുണ്ട്. അപ്പോൾ നമ്മളൊരു സാധാരണ ഒരാളിനെ കുറിച്ച് ആലോചിക്കുക. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ പാരൻസ് ആവാം, നമ്മൾ കുറച്ച് മുതിർന്നവരാവാം, അടുത്തുള്ള ആളാവാം, നമുക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ശരിക്ക് ഇത് പ്രയോഗിക്കാൻ അറിയാത്ത ആൾക്കാരാവാം. എന്നാൽ അവരെ ആക്ച്വലി നമ്മളെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നതെന്നും വേർഡ് പ്രസ് ഉപയോഗിക്കുന്നതെന്നും മാറ്റി നിർത്തേണ്ടതുണ്ടോ? ശരിക്കും അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്താലല്ലേ നമ്മുടെ എന്താ പറയുക, ഒരു ഡിജിറ്റൽ വിപ്ലവം എന്നുള്ള ആ ഒരു ഇത് പൂർണ്ണമാവുള്ളൂ. അപ്പോൾ അതിനാണ് നമുക്ക് എല്ലാ ഇതിനും വേണ്ടത്. അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാമെന്ന് പറയാം, പക്ഷേ പല ലാംഗ്വേജസിൻ്റെ കാര്യത്തിലും അങ്ങനെയല്ല. ഫോർ എക്സാമ്പിൾ യൂറോപ്പിലൊക്കെ ആണെങ്കിലും, ഇപ്പോൾ ജർമ്മനി അല്ലെങ്കിൽ ഇതിലൊക്കെ പോവുകയാണെങ്കിൽ അവർക്ക് ആക്ച്വലി ഈ ജർമ്മൻ മാത്രം അറിയാവുന്ന, അല്ലെങ്കിൽ ഫ്രഞ്ച് മാത്രം അറിയാവുന്ന, സ്പാനിഷ് മാത്രം അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കും ആക്ച്വലി അവരുടേതായ ഭാഷയിൽ കമ്പ്യൂട്ടറും മൊബൈലും ഇൻ്റർനെറ്റും ഒക്കെ ഉപയോഗിക്കാൻ പറ്റണം. അപ്പോൾ അതാണ് നമ്മുടെ ഒരു വിശാലമായ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്. ഞാനൊന്ന് ജസ്റ്റ് ഇപ്പോഴത്തെ അവസ്ഥയിൽ വേർഡ് പ്രസ് മലയാളത്തിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് സിമ്പിളായി ഒന്ന് കാണിച്ചു തരാം. നമ്മൾ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറ്റും. മലയാളം എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് മലയാളത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നു, ഇമെയിൽ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വേർഡ് പ്രസിൻ്റെ മലയാളം ഡാഷ്ബോർഡ് വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ അറിയാൻ പറ്റും നമുക്ക് എല്ലാം ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല, അതായത് 100% ആയിട്ടില്ല. ഇപ്പോൾ ചില ടെക്സ്റ്റുകൾ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ ഞാനൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഇതിൽ എടുക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് മലയാളത്തിൽ തന്നെ ഇപ്പോഴും ഏതാണ്ട് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്, ഏതാണ്ട് ഒരു 90%. പക്ഷേ ഒരു 10% കൂടെ നമുക്ക് എല്ലാവരും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ശരിയാക്കാവുന്നതേ ഉള്ളൂ. ഞാനൊന്ന് ഇത് എക്സാമ്പിൾ ആയിട്ട് കാണിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് പല കാര്യങ്ങളും ഉണ്ട്. ചില കാര്യങ്ങൾ അത്ര സെൻസ് ചെയ്യുന്നില്ല. അത് നമുക്ക് റിവ്യൂ ചെയ്യുന്നതും അതിനെക്കുറിച്ചും ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ മലയാളത്തിൽ ഏതാണ്ട് തന്നെ മിക്കതും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട, അതായത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് translate.wordpress.com എന്ന് പോവുക. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഭാഷ സെലക്ട് ചെയ്യാം. അപ്പോൾ മലയാളം കൊടുക്കുക, കോൺട്രിബ്യൂട്ട് ട്രാൻസ്ലേഷൻ.
അപ്പോൾ ഇതിനകത്ത് ഏത് വെർഷനിലാണെന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് 6.7 ആണ്, അതിൻ്റെയാണ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഇത് എടുക്കുക, ഇപ്പോൾ ഏതാണ്ട് 87% ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതാണ്ട് 87% ആയിട്ടുണ്ട്. ബാക്കി ഈ അഡ്മിനിസ്ട്രേഷൻ പാർട്ടിലുള്ള ഈ ഇത് ഓരോ സ്ട്രിങ് ആണ്. അപ്പോൾ നമുക്ക് ഇനി തീർക്കാനുള്ളത് ഏതാണ്ട് 390 സ്ട്രിങ് മാത്രമേ ഉള്ളൂ. അതായത് സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് എടുക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ കാണാം. നമുക്ക് അൺട്രാൻസ്ലേറ്റഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം, നമുക്ക് ഇതിനകത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തന്നെ ഈ കാര്യങ്ങൾ ചേർക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഇപ്പോഴ് ഏതാണ്ട് ചെറിയ സ്ട്രിങ്ങുകളെല്ലാം ഏതാണ്ട് തീർന്നു കഴിഞ്ഞു. അപ്പോൾ കുറച്ച് വലിയ സ്ട്രിങ്ങുകളോ കാര്യങ്ങളോ ഒക്കെ മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ എക്സ്പ്ലോർ വേർഡ് പ്രസ് ഫീൽഡ് ഗൈഡ് ഇങ്ങനെ ഈ ഒരു ഇതിനകത്ത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഈ പാർട്ടുകളും കൂടെ തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേർഡ് പ്രസ് ഏതാണ്ട് 100% മലയാളത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയിലാവും. ഓക്കെ, അപ്പോൾ ഈ 300 സ്ട്രിങ്ങും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണി തീരുമെന്നുള്ളൊരു പ്രധാന ചോദ്യമുണ്ട്. എന്നാൽ ഇല്ല. അപ്പോൾ അതായത് അത് തീർന്ന് മാത്രമല്ല, അത് റിവ്യൂ ചെയ്യണം. അപ്പോൾ നമ്മൾ വേർഡ് പ്രസ് മലയാളത്തിൽ തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നുള്ളത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ പ്രശ്നം വരുന്ന ആ ഭാഗത്തെ സ്ട്രിങ് നമ്മൾ ഇതിനകത്ത് തന്നെ ട്രാൻസ്ലേറ്റിനകത്ത് തന്നെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാം, അത് റീപ്ലേസ് ചെയ്യാം. പിന്നെ റിവ്യൂ ചെയ്യാനായിട്ട് സാധാരണഗതിയിൽ ഇതിന് എല്ലാവർക്കും അതിനകത്ത് കയറി ചേഞ്ച് ചെയ്യാൻ പറ്റാതിരിക്കാനായിട്ട് അതിനകത്ത് ഒരു റിവ്യൂ ഓപ്ഷനും കൂടെ ഉണ്ട്. ഒരാൾ ചെയ്യുക, അത് റിവ്യൂ ചെയ്യാനായിട്ട് അഡ്മിനിസ്ട്രേറ്റർമാരുണ്ടാവും. ഇപ്പോൾ ഹരി അഡ്മിനിസ്ട്രേറ്ററാണ്, പിന്നെ ബിഗുലുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് അവരെ ആരെങ്കിലും ഒന്ന് പിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ നോക്കി അപ്രൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രത്യേക ഒരു കോൺട്രിബ്യൂഷൻ സ്പ്രിൻറ്റോ മറ്റോ വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിനകത്ത് ക്വാളിറ്റി നമുക്ക് എല്ലാവർക്കും കൂടെ ഇരുന്ന് നോക്കി എന്തൊക്കെയാണ് അതിനകത്ത് ചേഞ്ച് ചെയ്യാനുള്ളത് അതെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാം. പക്ഷെ അതിന് മുമ്പ് ഈ 87 നിൽക്കുന്നത് 100 പിന്നെ അതിനകത്ത് ഉള്ള വേറൊരു കാര്യമാണ് ഫ്യൂൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് തന്നെ പല കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പാസ്വേഡിൻ്റെ മലയാളം എന്താണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ രഹസ്യവാക്കുന്നുണ്ടാവാം, ചിലർ പാസ്വേഡ് എന്ന് തന്നെ ഉപയോഗിക്കുന്നുണ്ടാവാം. അപ്പോൾ ഫയലിൻ്റെ മലയാളം ചിലർ രേഖ എന്ന് ഉപയോഗിക്കുന്നുണ്ടാവും, പക്ഷെ ചിലത് ഫയൽ എന്ന് തന്നെ ഉപയോഗിക്കുന്നുണ്ടാവാം. അപ്പോൾ അതുപോലത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡൈസേഷൻ വേണം. അപ്പോൾ അതിനുള്ളൊരു റെഡ് ഹാറ്റ് ഫണ്ട് ചെയ്തിരുന്നൊരു പ്രോജക്റ്റാണ് ഒരു ഫ്യൂൽ എന്ന് പറഞ്ഞിട്ട്. അത് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് എൻട്രീസ് ഫോർ ലോക്കലൈസേഷൻ. അപ്പോൾ നമ്മുടെ സാധാരണ സ്ഥിരമായി ഉപയോഗിക്കുന്ന അപ്പോൾ പാസ്വേഡ് ഇത് അതിൻ്റെയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വാക്കുകൾ നമ്മളെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്ത് അത് ഇരുന്നൊരു സ്റ്റാൻഡേർഡാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഉപയോഗിച്ച് നമുക്ക് എന്താ പറയുക, എല്ലാ ആപ്ലിക്കേഷനുകളും ഏതാണ്ട് ഒരേ വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയിൽ ആക്കിയെടുക്കാം. അപ്പോൾ അതാണൊരു. പിന്നെ സ്വതന്ത്രമണ്ഡലം കമ്പ്യൂട്ടിങ്ങിനെ കൂടെ കുറിച്ച് പറയാം. അപ്പോൾ സ്വതന്ത്രമണ്ഡലം കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ചാൽ എൻ്റെ കമ്പ്യൂട്ടറിന് എൻ്റെ ഭാഷ എന്നുള്ള ഒരു മുദ്രാവാക്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മൾ മലയാളം മാത്രമല്ല എല്ലാ ഇന്ത്യൻ ഭാഷകളും മൊബൈല്, വെബ്, ഡെസ്ക്ടോപ്പിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കുക എന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ സാധാരണഗതിയിൽ മൊബൈലിലും ഇതിലൊക്കെ മലയാളം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് SMCയുടെ പല ഇതിനകത്തുണ്ട്. നമ്മൾ ഫോണ്ടുകൾ ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട്. മീര, രചന, ദ്യുതി, ചിലങ്ക, അങ്ങനെ കുറേ ഫോണ്ടുകളുണ്ടാവും. പിന്നെ അല്ലാതെ ഇൻപുട്ട് ടൂളുണ്ട്, നമ്മൾ ഇൻഡി കീബോർഡ് നമ്മളാണ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. നിങ്ങൾക്കും എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ കോൺട്രിബ്യൂഷൻ മലയാളം ട്രാൻസ്ലേഷനിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ടെലഗ്രാം ചാനലുണ്ട്. ഇപ്പോൾ SMC-project എന്ന് പറഞ്ഞ് അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ
അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് സിമ്പിളാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലോ ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണാം, എൻ്റെ അടുത്ത് ചോദിക്കാം. അപ്പോൾ ഹരി ഉണ്ടാവും, ഹരിയോട് ചോദിച്ചു കഴിഞ്ഞാൽ നിൽക്കാനുള്ള ആക്സസോ ഡീറ്റെയിൽസോ കിട്ടും. ബിഗുലുണ്ടാവും. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ടെലിഗ്രാമിൽ പിങ് ചെയ്താൽ മതിയാവും. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് എന്തെങ്കിലും? If you have any doubts, you can ask. Any doubt? So he already said that he is available in network area. You can connect